ഹലോ വെൽക്കം ടു ബ്രേക്ക് പോയിന്റ്. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബ്രേക്ക് പോയിന്റിലെ ആപ്പിലുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നാണ്. നിങ്ങളൊരു ഇൻട്രാഡേ ട്രേഡറോ അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡറോ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്ററോ ആണെങ്കിൽ എങ്ങനെ ഒരു സ്മാർട്ടായിട്ടുള്ള ഒരു ട്രേഡിംഗ് ഡിസിഷൻ നമുക്ക് ബ്രേക്ക് പോയിന്റിലൂടെ അതിലുള്ള ടൂളുകൾ ഉപയോഗിച്ച് എങ്ങനെ ഒരു സ്മാർട്ടായിട്ടുള്ള ഡിസിഷൻ എടുക്കാമെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ ബ്രേക്ക് പോയിന്റിൽ വരുന്നത് റിയൽ ടൈം സ്കാനേഴ്സും, അതായത് ഇൻട്രാഡേക്കും സ്വിംഗ് ട്രേഡിനും വേണ്ടിയുള്ള റിയൽ ടൈം സ്കാനറുകളും, അതുകൂടാതെ അനലിറ്റിക്സുകളും, അതായത് മാർക്കറ്റ് ഡാറ്റ അനലൈസ് ചെയ്യാൻ വളരെ വേഗത്തിൽ തന്നെ അനലൈസ് ചെയ്ത് ഒരു ഡയറക്ഷൻ നമുക്ക് കാണിച്ചു തരുന്ന കുറച്ച് ടൂളുകളുമാണുള്ളത്. അതോടൊപ്പം തന്നെ ഒരു 80-ലധികം നമ്മൾ ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ചിട്ട് ഇൻവെസ്റ്റേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന സ്റ്റോക്സ് ഫിൽട്ടർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടൂൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു ഇൻട്രാഡേ ചെയ്യുന്ന ആളോ അല്ലെങ്കിൽ ഒരു സ്വിംഗ് ചെയ്യുന്ന ആളോ അല്ലെങ്കിൽ മാർക്കറ്റിൽ ഒട്ടും തന്നെ സമയം ചിലവാക്കാനില്ല പക്ഷെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം ഉള്ള ഒരാളാണെങ്കിൽ ഞാൻ ഇനി പറയുന്ന ഈ ടൂൾസ് നിങ്ങൾക്ക് ഉപകാരമാവും. നമ്മൾ ബ്രേക്ക് പോയിന്റ് ഉണ്ടാക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടായ കാര്യം എന്ന് വെച്ചത്, ഈ ടൂൾ ഉപയോഗിക്കുന്ന ആരും, അതായത് പുതിയതായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വന്ന ഒരാളാണെങ്കിലും വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം ഇത് ഉണ്ടാക്കേണ്ടത്. അത് ആ ഒരു കാര്യം നമ്മുടെ മനസ്സിലുള്ളതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം ഇതിന്റെ ഇന്റർഫേസ് സിംപ്ലിഫൈ ചെയ്യാനും, അതായത് ഇതിലെ ലോജിക്കുകളും മറ്റും മൂവ് ചെയ്യാനുള്ള സംഭവങ്ങളും വളരെ സിമ്പിളാക്കി ചെയ്യാൻ തന്നെ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആദ്യമേ സൈൻ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു പ്ലാൻ നിങ്ങൾ എടുത്തു കഴിഞ്ഞിരിക്കട്ടെ, എടുത്തു കഴിഞ്ഞെങ്കിൽ ആദ്യമേ വരുന്ന ഒരു സ്ക്രീൻ ആയിരിക്കും ഇത്തരത്തിൽ കാണുന്നത്. ഇതിൽ ആദ്യം വരുന്ന ഒരു സ്കാനറാണ് ഇൻട്രാഡേ ലൈവ് സ്കാനർ. ഇൻട്രാഡേ ലൈവ് സ്കാനറിൽ നമ്മൾ FNO സ്റ്റോക്കുകളാണ് നമ്മൾ സ്കാൻ ചെയ്യുന്നത്. ഇതിൽ ടാർഗറ്റും SLും അതുപോലെ തന്നെ 3 ലെവൽസ് എക്സിറ്റ് പോയിന്റ് നമ്മൾ പറയുന്നുണ്ട്. നമ്മൾ ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ചാർട്ടിലേക്ക് നേരെ ആ സ്റ്റോക്ക് ഓപ്പൺ ആയി നമുക്ക് അവിടെ നിന്ന് തന്നെ അനലൈസ് ചെയ്യാൻ സാധിക്കുന്നതാണ് നമുക്ക്. അതുപോലെ തന്നെ ഈ സെയിം വിൻഡോയിൽ നമുക്ക് മാർക്കറ്റ് വളരെ പെട്ടെന്ന് തന്നെ അനലൈസ് ചെയ്യാൻ, അതായത് മൾട്ടി ടൈം ഫ്രെയിമിൽ നമുക്ക് മാർക്കറ്റ് അനലൈസ് ചെയ്തിട്ട് എന്താണ് ഇപ്പോഴത്തെ മാർക്കറ്റിന്റെ ട്രെൻഡ് എന്നും ഏത് ദിശയിലേക്കാണ് അത് പോകുന്നതെന്നും അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പോർഷൻ യൂസ് ചെയ്യാം. ഇത് വന്നിരിക്കുന്നത് 15 മിനിറ്റിലും 1 മണിക്കൂറിലും 1 ഡേയിലുമാണ് ഇതിന്റെ ട്രെൻഡ് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നത്. അടുത്തത് നമുക്ക് വരുന്നത് ലൈവ് ആയിട്ടുള്ള ഒരു സ്വിംഗ് സ്കാനറാണ്. നമുക്ക് ഈ ലൈവ് സ്വിംഗ് സ്കാനർ ഉപയോഗിച്ച് ഒരു ഷോർട്ട് ടേം സ്വിംഗ് ചെയ്യാനും അതുപോലെ തന്നെ ഒരു ഇൻട്രാഡേ ട്രേഡ് ചെയ്യാനും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പലപ്പോഴും നമുക്ക് ഇതിൽ ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ തന്നെ ഒരു 5% എന്നൊരു ടാർഗറ്റ് ചിലപ്പോൾ സെയിം ഡേ തന്നെ നമുക്ക് കിട്ടുന്നതാണ്. അത്തരത്തിൽ വരികയാണെങ്കിൽ നമുക്ക് ആ ദിവസം തന്നെ നമുക്ക് എക്സിറ്റ് ചെയ്യാവുന്നതാണ്. നമ്മളിതിൽ റെക്കമെൻഡ് ചെയ്യുന്നതും ഒരു 5% ആണ് ഒരു ടാർഗറ്റിനകത്ത്. മറ്റൊരു ഫീച്ചർ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തേക്കുന്നത് ഒരു ഹൈ കൺവിക്ഷൻ സ്റ്റോക്ക്, അതായത് ഹിറ്റ് റേറ്റ് കൂടുതലുള്ള സ്റ്റോക്കുകളെ നമ്മൾ ഇതിനകത്ത് ടാഗ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മളൊരു ഗ്ലോയിങ് ഗ്രീനിലും ഗ്ലോയിങ് പിങ്കിലും ചില സിമ്പിളുകൾ നമ്മൾ ടാഗ് ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ ടാഗ് ചെയ്ത് വരുന്ന സിമ്പിളുകളുടെ അർത്ഥം എന്ന് പറയുന്നത് ഇതിൽ 80% ഹിറ്റ് റേറ്റ് ഉള്ള സിമ്പിളുകളാണ്.